അങ്ങനെ തീക്കൊള്ളി കൊണ്ട് തലയുറയാണ്. പോലീസ് കാക്കിയിട്ട പോലീസ് തെരുവ് ഗുണ്ടകളെ പോലെ, CPM-ൻ്റെ DY ഗുണ്ടകളെ പോലെയാണ് ഇന്ന് പെരുമാറിയത്. ഷാഫി പറമ്പിൽ MP KPC വർക്കിംഗ് പ്രസിഡന്റ് നേരെയാണ് ഈ അക്രമം. ഇത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് സാധിക്കില്ല. അതിശക്തമായ പ്രതിഷേധം. കേരളത്തിലെ പോലീസിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ തെരുവിൽ കൈകാര്യം ചെയ്യും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ പേരിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും നേരിടാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാണ്. ഷാഫി പറമ്പിലോ DCC പ്രസിഡന്റോ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്തരൊരു സംഘർഷ സാഹചര്യത്തിലാണോ അവർ എത്തിയത്? ഷാഫി പറമ്പിൽ അവിടെ ജനപ്രതിനിധി, അവിടെ സംഘർഷം ഉണ്ടാവും, സ്വാഭാവികം അവിടെ പോകില്ലേ? അതിനകത്ത് തെറ്റ് ഇതെന്താ? പിണറായി വിജയൻ്റെ തിട്ടൂരം വാങ്ങിയിട്ടാണ് അവിടെ പോകേണ്ടത്. അവിടെ പോകാൻ DC പ്രസിഡന്റ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനല്ലേ, അദ്ദേഹത്തിന് അവിടെ പോകാൻ പാടില്ലെന്ന് ആരാ തീരുമാനിക്കുന്നത്? പോലീസാണോ? പ്രവർത്തകന്മാരെ ആക്രമിക്കുമ്പോൾ അത് നോക്കിക്കുന്ന പ്രസ്ഥാനമല്ലല്ലോ കോൺഗ്രസ്. സ്വാഭാവികമായി പോകും. ആ പോയപ്പോൾ പോലീസ് ഇവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ക്രൂരമായി ആക്രമിച്ചു എന്നുള്ളതാണ് പ്രശ്നം. പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് CPM പ്രവർത്തകർ പിരിഞ്ഞുപോയി. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അല്ല, അവിടെ സംഘർഷം ഉണ്ടായി, നിരവധി ആൾക്ക് പരിക്ക് പറ്റിയല്ലോ, അവിടെ പ്രതിഷേധം നടന്നല്ലോ. ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് എന്താ അവകാശമാണ്? ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുക അവിടുത്തെ MP ആണ് ഷാഫി പറമ്പിൽ, KPCC വർക്കിംഗ് പ്രസിഡന്റാണ്, DCC പ്രസിഡന്റാണ്. അവർക്ക് അവിടെ പോകാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ പോലീസ്? ആർക്കാ സംരക്ഷണം കൊടുക്കുന്നത്? CPM-ൻ്റെ ഗുണ്ടകളെ പോലെ. CPM മാറിയപ്പോൾ ആ ഗുണ്ടാപ്പണിയാണോ പോലീസ് എടുക്കുന്നത്? വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഓരോ സ്ഥലത്തും. തീർച്ചയായും കേരളം മുഴുവൻ അതിശക്തമായ പ്രതിഷേധം നടക്കാൻ പോവുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം കട്ട് അത് വാർത്ത മാറ്റുന്നതിന് വേണ്ടി, വിഷയം മാറ്റുന്നതിന് വേണ്ടി സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെതിരായി ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. തെരുവിൽ സംഘർഷത്തിലേക്ക് തന്നെ പോകുന്നത് ഞങ്ങൾക്കൊരു ഭയമില്ല. അതിനകത്ത് പരിക്ക് പറ്റിയ മറ്റു കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവരിക. അതെ, കുറേ പേര് ഇപ്പോൾ പേരാമ്പ്ര ആശുപത്രിയിലുണ്ട്. കുറേ നല്ല പരിക്ക് പറ്റിയവർ ബേബി മെഡിക്കൽ ഈ ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്.